മെട്രോ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് കൊച്ചിയിൽ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചു. വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, ഹൈക്കോടതി തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് മെട്രോ സ്റ്റേഷനുകളിലേക്ക് ഇനി മുതൽ ഇലക്ട്രിക് ബസ്സിൽ കുതിച്ചെത്താം. മെട്രോ കണക്ട് മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മികച്ച യാത്രാനുഭവം സമ്മാനിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഇലക്ട്രിക് ബസ്സുകളാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നിരത്തിലിറക്കിയിരിക്കുന്നത്. കളമശ്ശേരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മെട്രോ നമ്മുടെ അഭിമാനമെന്ന് മന്ത്രി. നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള ഒരു സ്ഥാപനമായി മെട്രോയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. പതിവായി മെട്രോയിൽ യാത്ര ചെയ്യുന്ന തങ്ങൾക്ക് ഈ ഫീഡർ സർവീസ് വലിയ ആശ്വാസമെന്ന് യാത്രക്കാർ പറഞ്ഞു. അടിപൊളി, നല്ല സൂപ്പറാണ്, AC ഉണ്ട്, നല്ല സുഖമാണ്. സത്യം പറഞ്ഞ ഫീഡർ നമുക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ ലോഞ്ച് ഞങ്ങൾക്ക് വളരെ ഉപയോഗമാണ്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് മെട്രോ യൂസ് ചെയ്യുന്നവരാണ്. കാരണം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓഫീസിലേക്ക് നടക്കാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് ദൂരമുണ്ട്. അല്ലെങ്കിൽ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ ദൂരം. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബസ് കിട്ടുമ്പോൾ അതും ഇവർ തന്നെ സർവീസിൽ ഒരു മിനിമം റേറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും. ആലുവ എയർപോർട്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വള്ളോൺ റോഡ് സർക്കുലർ, കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക്, കിൻഫ്ര പാർക്ക്, കളക്ട്രേറ്റ് എന്നീ റൂട്ടുകളിലാണ് ആദ്യഘട്ടമായി ഇലക്ട്രിക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. ആലുവ എയർപോർട്ട് റൂട്ടിൽ 80 രൂപയും മറ്റു റൂട്ടുകളിൽ 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ യാത്രാനിരക്ക്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫസ്റ്റ് മൈൽ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് 15 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. കൊച്ചിയുടെ നിരത്തുകൾ കീഴടക്കാൻ ഇലക്ട്രിക് ബസ്സുകളും എത്തിക്കഴിഞ്ഞു. മെട്രോയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ഇനി സുഖമായി നഗരത്തിലൂടെ യാത്ര ചെയ്യാം. ക്യാമറാമാൻ മുഹമ്മദ് അഫ്സലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.